ആ നീ നേരത്തെ എണീറ്റ് ഇങ്ങോട്ട് പോന്നില്ലേ? നേരത്തെയോ? മണി എത്രയെന്നാ വാപ്പേന്റെ വിചാരം? പോരാന്നേരം ഒരു 100 വട്ടം ഞാൻ വിളിച്ചു. അതിനെങ്ങനാണ് മോളെ? ബാപ്പ നേരം വെളുക്കാൻ കാലത്തല്ലേ വന്ന് കിടന്നത്? പിന്നെ നേരം വെളുക്കോളം മലമറിക്കലല്ലേ പണി? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അന്റെ ഉമ്മക്കല്ലേ അറിയുള്ളൂ ബാപ്പന്റെ ശൂരത. കാട്ടാന കാട്ടുപോത്ത്, കരടി പാമ്പ് കാട്ടുപോയി, ഇതൊക്കെ ഒരു കാലത്ത് മുക്കത്ത് മൂസാന്ന് കേട്ട കിടുകിട്ട വർക്കായിരുന്നു. മനസ്സിലായില്ലേ? മതി, രാവിലെ തന്നെ ബാപ്പ ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടിവെക്കല്ലേ. ആ അതുപോട്ടെ. വേലാശാൻ എണീറ്റുണ്ടോ? എഴുന്നേറ്റ് അടുക്കളയിലുണ്ട്. ആ ഒന്ന് പോയി നോക്കട്ടെ. തന്റെ വീട്ടിൽ വെപ്പും കൂടി ഒന്നും ഇല്ലടോ? ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ളത് പറയാലോ. ആശാന്റെ കൈ കൊണ്ട് കിട്ടുന്ന ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടല്ലോ, പുറമേ ഒരു ഗ്ലാസ് ബദാങ്കീർ കുടിച്ചാൽ കൂടി ഇത്ര സുഖം കിട്ടൂല. കൊച്ചുളുപ്പാങ്കാലത്ത് കയറി വന്നെ സൂചിപ്പിക്കല്ലേ മൂസ. ആശാന്റെ ഒരു കാര്യം. അതോ, അതേ ഒരു മാമൻ. ഒരു മാമൻ അമ്മുകുട്ടി, അത് ഒരു പുത്തം പുതിയ മാമൻ. പുതിയ മാമനോ? ഞാൻ ആ മാമനോട് പിടിക്കട്ടെ? പിന്നെന്താ മോള് തന്റെ ഈ കാപ്പി കൊണ്ടുപോയി ആ മാമന് കൊടുക്ക. ആ അപ്പൊ ഇഷ്ടം പോലെ മിണ്ടും ചെയ്യാം. അതെ, ആരോരും ഇല്ലാത്തവനാണെന്നുള്ള തോന്നല് മറക്കുന്നത് ഇതിനെ കാണുമ്പോഴാ. എങ്ങനെയുണ്ട് രാഘവ? വേദന കുറവുണ്ടോ? എന്നാലേ നിങ്ങൾ ആയുസിന്റെ നിങ്ങളൊന്ന് കൂട്ടിയാൽ മതി. ആശാന്റെ കാഞ്ചിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരൊറ്റ ജീവിയും ഇല്ല. അല്ലേ? കേട്ടില്ലേ? സന്ധ്യയാകുമ്പോഴേക്കും വേദന അല്പം കുറയും. ഇന്ന് തന്നെ പോയാ കൊള്ളാന്നുണ്ട്. എവിടെ പോവാൻ? മുറി ഉണങ്ങാൻ ഇനി 4-5 ദിവസം കൂടെ എടുക്കും. മാത്രമല്ല, ഒരു ജോലി അന്വേഷിച്ചു വന്ന ആളല്ലേ താൻ. എവിടെയെങ്കിലും എന്തെങ്കിലും തരപ്പെടുമോ നോക്കാം. നാട്ടിലുള്ള ഭീകര ജീവികളെക്കാൾ സ്നേഹമുള്ളവരാണ് ഈ കാട്ടിലുള്ളത്. നിങ്ങൾ ഒന്നും പേടിക്കാതെ അയ്യോ, ചേട്ടൻ എന്ത് പറ്റി? വല്ലാതെ കിതക്കുന്നുണ്ടല്ലോ. ഓടിച്ചോ? പോലീസ് നായ ഇറങ്ങിയിരിക്കണോന്ന്? ഇത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു വല്ല പുലി ഇറങ്ങിയിട്ടുണ്ടാവുന്നു. നായ ചിലപ്പോ ഇവിടെ വരും. ഇവിടെയോ? അതിന് ഇവിടെ ആരെങ്കിലും വല്ല മോഷണോ കൊലപാതകമോ നടത്തിയിട്ടുണ്ടോ? ഇല്ല, ചിലപ്പോ വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത നായാണെങ്കിലേ ന്റെ വെടികൊണ്ട് രാഘവൻ വടിയായിട്ടുണ്ടാവും. അത് അന്വേഷിക്കാനായിരിക്കും പോലീസ് നായ വന്നിരിക്കുന്നത്. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഞാൻ പോവാ. എടി, ആരെങ്കിലും വെടിവെച്ചു വന്നാലും പോലീസ് നായ വരുമോ? പിന്നെ തെളിവില്ലാത്ത കേസുകൾക്ക് തുമ്പുണ്ടാക്കാനല്ലേ നായ കൊണ്ടുവരുന്നത്. ആ അത് ശരി. അപ്പൊ എന്നെ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. വീടല്ലേ മോളെ? ചേച്ചി, ഇവിടെ പുതിയൊരു മാമൻ വന്നിട്ടുണ്ട്. മാമനോ? ആ വാ, കാണിച്ചു തരാം. മാമ, ഈ ചേച്ചി അറിയോ? ഈ ചേച്ചിയാ എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത്. നന്നായിട്ട് ഡാൻസ് അറിയാം. ഇത് നമ്മുടെ രായപ്പന്റെ പെങ്ങളാ. ഇവളാണ് ഈ ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കുന്നത്. അയ്യോ, പാട്ടൊന്നും എനിക്കറിയില്ല. ഈ ഡാൻസിന്റെ കൂടെ നിനക്ക് ഗമയ്ക്കൊരു പാട്ടും കൂടി ഇരുന്നോട്ടെന്ന് വിചാരിച്ചല്ലേ. എന്ത് രാജപ്പന്റെ പുറത്തൊന്നും കണ്ടില്ലല്ലോ? എന്താ? ആരെയോ കണ്ടുപിടിക്കാൻ പോലീസ് നായ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാ. ഓ, ഇങ്ങനൊരു പേടിത്തൊണ്ട്. ആ ഈ സമയം കളണ്ട, നിങ്ങൾ പയ്യെ നിങ്ങളുടെ തെയ്യത്താങ്കളി തുടങ്ങിക്കും. അവളെ ചെല്ല്. വേലേശൻ അറിഞ്ഞോ? ജയിലിൽ കിടന്നൊരു തടവുപള്ളി ജയിലിൽ ചാടി നമ്മുടെ ഈ കാടിനകത്ത് എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന്? ആര് പറഞ്ഞു? ദേ പത്രത്തിലുണ്ട്. വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതി തടവ് ചാടി. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ഒന്നും മിണ്ടാതെയും പറയാതെയാണ് ഇപ്പൊ വരുന്നേ. അത് മുസഖാബ്, ഞാൻ ഒന്നും പറയണ്ട. കയ്യിന്റെ മുറിവ് ശരിക്കും ഉണങ്ങിയിട്ട് പോയാൽ മതി എന്നല്ല ആശാൻ പറഞ്ഞേ. സൂക്ഷിക്കുന്ന സാറേ, കൈ പഴുത്തപ്പില്ല മുറിച്ചിടേണ്ടി വരും. എന്റെ അറുനാക്കൊണ്ടൊന്നും പറയാതെ ചെയ്താനെ. നിങ്ങൾ വരി, നമുക്ക് വീട്ടിലേക്ക് പോവാം. നിങ്ങളെ കാണാത്തോണ്ട് അമ്മുമോൾ അവിടെ കിടന്ന് തൊടല് പൊട്ടിക്ക. തൊടല് പൊട്ടിക്ക? അമ്മുമോൾ എന്താ ആനയാ? എന്റെ വാപ്പ മുണ്ടിപ്പോവരുത്. നടക്ക്, നിങ്ങൾ വരി. ആശാനെ, നിങ്ങൾ ആളെ ഞങ്ങൾ കയ്യോടെ കൊണ്ടുവന്നിരിക്ക. എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ രാഘവ? മനുഷ്യന്റെ അകവാള് വെട്ടിപ്പോയില്ലേ? കുറെ നേരം ഇതിനകത്തിരുന്ന് ബോറടിച്ചപ്പോ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. നാട് മുഴുവൻ പോലീസ് ചുറ്റിത്തിരിക. കാണുന്നവരൊക്കെ പിടിച്ചു ചേർത്ത് ജയിലിൽ ചാടിയ പ്രതി എന്ത് ചെയ്യുന്ന ചോദിക്കുന്നത്? നമ്മുടെ ഇരിക്കുക. പ്രതിയെ ശരിക്കും അവർ കൊന്നു കാണും.
പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഈ പോലീസുകാർ കാട് മുഴുവൻ കറങ്ങി ഇറക്കുക. രാഘവേട്ട വെറുതെ പോലീസുകാരെ കയ്യിലൊന്നും ചെന്ന് പെട്ടേക്കരുത്. അടിച്ച് എല്ലാം അടിച്ചിട്ട് രാഘവേട്ടനാണ് ജയിലിൽ ചാടിയെന്ന് അവർ പറയുന്നു. മാമൻ എവിടെ പോയിരുന്നു? മാമനെ കാണാഞ്ഞിട്ട് ഞാൻ ഈ ചേച്ചി എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ? മാമൻ എങ്ങും പോയില്ല മോളെ. അപ്പൊ ആശാനെ ഞങ്ങൾ പോണു. ശരി. മോളെ ചേച്ചി പോവാട്ടെ. അമ്മ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവക്കാണെങ്കിൽ താനെന്ന് പറഞ്ഞ ജീവന. അത് ഓർത്തെങ്കിൽ ഇങ്ങനൊന്നും ഇറങ്ങി പോകല്ലേ. അമ്മുമോളുടെ അച്ഛനും അമ്മയും രണ്ടുപേരും പോയി. പിന്നെ നാട്ടിലുള്ളതെല്ലാം വിറ്റുവർക്ക് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോ ഇവക്ക് ഞാനും എനിക്കിവളും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് താനും. വാ വല്ലതും കഴിക്കാം. ആമിന ഒറ്റയ്ക്ക് നിന്നാണോ തുണി തിരുമുന്നത്? ഒറ്റയ്ക്ക് നിന്നാ വല്ലവരും പിടിച്ചോണ്ട് പോവാ. വല്ല കാട്ടുമൃഗങ്ങളും വന്നാൽ ആമിനയ്ക്ക് പേടിയാവൂലേ? എന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് നമ്മള് പേടിച്ചില്ലല്ലോ. ആമിനയുടെ തമാശ കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? അലക്ക് നിർത്തിയിട്ട് വേഗം കുളിക്കാൻ നോക്ക്. ആരെങ്കിലും വരുന്നുണ്ടോ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് പോണുണ്ടാ. നമ്മൾ രണ്ട് ജാതി ആയതുകൊണ്ടാ ആമിനയ്ക്ക് ഈ പേടി. അതൊരു പ്രശ്നമേ ഇല്ല. ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ ഒരു മനുഷ്യ ചങ്ങല നമുക്ക് സൃഷ്ടിക്കും. അയ്യോ ആടാ ജാതി മാറും മാറുന്ന സ്നേഹിക്കാൻ പറ്റിയ മോന്ത നായിന്റെ മോൻ ഇനങ്ങാന്റെ മോളെ പിന്നാലാണ് എന്റെ എല്ലാവരും മനുഷ്യൻ പോവാൻ പറഞ്ഞപ്പോ പിന്നെ നിൽക്കണം. ഈ കാര്യത്തിൽ മൂസാക്കെ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഇങ്ങനെയൊക്കെ മൂസാക്കെ സഹായിക്കാൻ പറ്റും. കാരണം നായിന്റെ മോളെ ഇനെങ്ങാനും ഇന്റെ മോളെ പിന്നാലെ നടന്നില്ലെങ്കിൽ ഒരു ഒറ്റ അടിക്കാൻ മയ്യത്തി ഞാൻ എടുക്കും കേട്ടോ. മധുരം കുറച്ചൊരു ചായ. കഴിക്കാൻ എന്തെങ്കിലും വേണോ? കഴിക്കാനല്ലേ ചായ, അല്ലാതെ കയ്യും കാലം കഴിക്കാനാ? അല്ലാതെ അല്ല, നമ്മൾ തമ്മിൽ എവിടോ കണ്ട പരിചയമുണ്ടല്ലോ അല്ലേ? ഇവിടെ എവിടെയാ? കുറച്ച് തെക്കുന്ന ഒരു ബിസിനസ് ആവശ്യമായിട്ട് വന്നതാ. അത് ശരി, അത് കണ്ടപ്പോഴേ തോന്നി. ഇവിടെ എന്താ അവിടെ ഇവിടെയൊക്കെ പോലീസുകാരെന്ന് കണ്ടല്ലോ. ഏതോ ഒരു പഹൻ ജേരിയാൽ ഈ കാട്ടിൽ എവിടോ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. ഓനെ പിടിക്കാനുള്ള നെട്ടോട്ടല്ലേ ഈ പോലീസുകാര്. ഇവിടെ ആരെങ്കിലും അവനെ കണ്ടിട്ടുണ്ടോ? എവിടെ കാണാൻ? ലോകത്തുള്ള പോലീസുകാർ മുഴുവൻ നോക്കിയിട്ട് കണ്ടില്ല. എന്നിട്ടാ രണ്ട് ചായ എടുക്ക. ഓ അപ്പോ അവൻ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്നുള്ളത് നേരാ അല്ലേ? ആന്ന്. ആ കാണുന്ന പുഴയുടെ അക്കരെ ഉണ്ടെന്നാ പറയണേ. അങ്ങോട്ട് എങ്ങനെയാ പോവാ? നീന്താനും അറിയോ? പിന്നെ എങ്ങനെ പോവാനാ? വഞ്ചി കൂടെ പോവാ. പക്ഷെ വഞ്ചി ഉണ്ടോ നിന്റെ കയ്യിൽ? സത്യം പറ പാപ്പച്ച, അവൻ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല സാർ. ജയിലിൽ ചാടിയതിനു ശേഷം ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല. പിന്നെ താനെന്തിനാ അവൻ അന്വേഷിച്ച് ഇവിടെ വന്നത്? അവന്റെ അമ്മ അവശ നിലയിൽ കിടക്കുക. ഈ ഭാഗത്ത് എവിടെയോ അവനുണ്ടെന്ന് പത്രത്തിൽ കണ്ടതുകൊണ്ട് വന്നതാ സാർ. അല്ല, അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം തന്നെ അറിയിച്ചത് കൊണ്ടാണ് താൻ ഇവിടെ വന്നത്. പറയണം, എവിടെയാണ് സ്ഥലം? സത്യമായിട്ടും അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല സാർ. ഇത്രയും നേരം മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ ചോദിച്ചത്. ഇനി പോലീസ് മുറയിൽ ചോദിച്ചാലേ താൻ സത്യം പറയുന്നുണ്ടെങ്കിൽ അതും എനിക്കറിയാം. സാർ ഇനി എങ്ങനെ ചോദ്യം ചെയ്താലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സാർ.